യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21-22 വചനവും വായിക്കാം. യോഹന്നാൻ 4:21-22. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. ഇവിടെ ഈശോ 3 തരത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയറും ചെയ്യുകയാണ്. അതിനു മുമ്പായിട്ട് ഈ സ്ത്രീയുടെ ആകർഷണം ഈശോയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്താൽ ആകർഷിക്കപ്പെട്ടത് ആർക്കും അവിടുത്തെ സന്നിധിയിലേക്ക് വരാൻ പറ്റില്ല എന്ന് വചനം പറയുന്നത്. യോഹന്നാൻ 6:44. ആ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നെ വിശ്വസിക്കുക എന്ന് പറയുകയാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ട്. വിശ്വസിക്കാതെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. ഹെബ്രായർ 11:6. ഹെബ്രായർ 11:6. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഏശയ്യ 7:9. ഏശയ്യ 7:9. എഫ്രായിമിന്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനും ആണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. 3 തരത്തിലുള്ള വേർഷിപ്സിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 കുറിച്ച് പറഞ്ഞതാണ്. സമരിയക്കാര് ഗെരിസിം മലയിലും യഹൂദർ സിയോൻ മലയിലും. ഈശോ ഇതിന് വ്യത്യസ്തമായ വേറെ ഒരെണ്ണം വരുന്നു എന്നും കൂടി പറയുന്നു. ഇത് നമുക്കൊരു ആത്മീയ അർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. അത് 3 തരത്തിലാണ് വ്യക്തികൾ ഈ ദൈവിക ജ്ഞാനത്തിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ആദ്യത്തെ തലം എന്ന് പറയുന്നത് ഒരു ഇരുണ്ട തലമാണ്. ഇരുണ്ട തലം എന്ന് പറയുന്നത് അവർ ബാഹ്യമായിട്ട് വലിയ ആത്മീയ വ്യക്തികളായിട്ട് തന്നെയാണ് കാണപ്പെടുക. പക്ഷെ അതോടൊപ്പം അവരിൽ വളരെ വലിയൊരു തലം എന്ന് പറയുന്ന ആത്മീയ അഹങ്കാരത്തിൻ്റെ ഒരു മലയും ാണ് അവർ നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല. അത് കൃത്യമായിട്ട് വിവേചന ശക്തിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. വെളിപാട് 2:2. വെളിപാട് 2:2. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിക്കും. ഇവരുടെ ഈ ഉന്നത തലത്തിലാണെങ്കിൽ ഈ മല എന്ന് പറഞ്ഞ കരിഞ്ഞ മലയാണ്. അതാണ് ജെറമിയ 51:25-26 വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ജെറമിയ 51:25-26. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശപർവ്വതമേ, ഞാൻ നിനക്കെതിരെ കൈ നീട്ടി പാറയിടുക്കിൽ നിന്ന് നിന്നെ ഉരുട്ടിയിടും. നീ കരിഞ്ഞ പർവ്വതമാകും. കർത്താവ് അരുളി ചെയ്യുന്നു. മൂലക്കല്ലിനോ അടിസ്ഥാന ശിലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്നിൽ നിന്ന് എടുക്കുകയില്ല. നീ നിത്യശൂന്യതയാകും. എന്ത് വളരെ ഭയാനകമായ ഒരു സ്ഥിതിയാന്ന് നോക്കിയാൽ. അവിടെ പറഞ്ഞ കരിഞ്ഞ പർവ്വതമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കരിഞ്ഞ പർവ്വതമാകുന്ന കുറേ ആത്മീയ ഉന്നതത്തിൽ, ഞാൻ ഈ ആത്മീയം എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് കോമയിലാണ്, ആത്മീയമല്ല അത്, പക്ഷെ കാണപ്പെടുന്നത് ആത്മീയമായിട്ടായിരിക്കും. അതിനെക്കുറിച്ച് ഈ കരിഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖം കറുത്തിരിക്കും. പറയുന്നത് ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും, പക്ഷേ ഒരു കറുപ്പുണ്ടാവും ഇവർക്ക്. കറുപ്പെന്ന് പറയുന്നത് ആത്മീയ തലത്തിലുള്ളൊരു കറുപ്പാണ്. ഉൽപ്പത്തി 4:5. ഉൽപ്പത്തി 4:5. എന്നാൽ കായേനിലും അവന്റെ വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. പ്രഭാഷകൻ 25:17.
പ്രഭാഷകൻ 25:17. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു, അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. ഈ ഇരുള് ഇവളിലും ഈ വ്യക്തികളിലും വന്നിട്ടുള്ളത് അറിവ്, ഇവർക്ക് ആത്മീയ അറിവുകൾ വളരെയധികം ഉണ്ടാവും. അത് വലിയ മലയായിട്ടുണ്ടാവും അറിവ്. ആ അറിവ് ഇവരിലൊരു അഹന്തയുടെ ഒരു മലയാണ് ഇവരിൽ ഉണ്ടായേക്കുന്നത്. അതിനെക്കുറിച്ചാണ് 1 കൊരിന്തോസ് 8:1 പറയുന്നത്. 1 കൊരിന്തോസ് 8:1. ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റി പറയാം. ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയോത്കർഷം വരുന്നു. ബുദ്ധിയിൽ അന്ധകാരം നിറയുന്നത് ആരും കാണണമെന്നില്ല. ഇതാണ് കാണപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. എഫേഷ്യൻസ് 4:17-19. എഫേഷ്യൻസ് 4:17-19. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ഈ അഹന്തയിൽ നിന്നാണ് വ്യർത്ഥ ചിന്ത വന്നത്. ഇനി ഇതിനെ തുടർന്ന് എന്താണെന്ന് വെച്ചാൽ ഇവരൊരിക്കലും ദൈവത്തെ സ്തുതിക്കില്ല, പക്ഷെ അവർക്ക് വേണ്ടി അവർ സ്തുതി സമ്പാദിച്ചുകൊണ്ടിരിക്കും. റോമ 1:21. റോമ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല, മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ഇനി ഒരു രണ്ടാമത്തെ തലത്തിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് തെറ്റൊന്നുമില്ല, മറ്റേത് വലിയ തെറ്റിൻ്റെ കുരുക്കലാണ് കിടക്കുന്നത് അഹന്തയുടെ. ഇവർക്ക് തെറ്റൊന്നുമില്ല, പക്ഷേ ഇംപെർഫെക്റ്റാണ്. അവർ റൈറ്റായിട്ടുള്ള വഴിയിലാണ്, പക്ഷേ എപ്പോഴും അപൂർണതയാണ് അവരിൽ കാണുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു വചനം 1 കൊരിന്തോസ് 13:12 ആദ്യത്തെ ഒരു ലൈൻ മാത്രം. 1 കൊരിന്തോസ് 13:12. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. യാക്കോബ് 1:23. യാക്കോബ് 1:23. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. വചനമൊക്കെ കുറെ കേൾക്കുന്നുണ്ട്, രാവിലെയും കേൾക്കുന്നുണ്ട്, ഉച്ചയ്ക്കും കേൾക്കുന്നുണ്ടാവും, വൈകുന്നേരവും കേൾക്കുന്നുണ്ടാവും. പക്ഷെ പാലിക്കുന്ന തലത്ത് വരുമ്പോൾ കുറെ കോംപ്രമൈസ് ചെയ്യുന്നവരാണ്. അല്ലാതെ അതിന് നിഷേധിക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവർ ഇംപെർഫെക്റ്റായി വരുന്നത്. മത്തായി 7:21. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. യാക്കോബ് 1:26. യാക്കോബ് 1:26. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഈ പറയുന്ന വചനമെല്ലാം ശ്രവിച്ച് കിട്ടുന്ന കൃപ മുഴുവൻ കളയുന്നത് ഈ ഒരു രൂപത്തിലാണ്, നാവിൻ്റെ ദുരുപയോഗം മുഴുവൻ. അതുകൊണ്ടാണ് ഇവർ ഈ പൂർണ്ണതയിലെത്താത്തത്. ഒരൊറ്റ കാര്യം വചനം ശ്രവിക്കുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പൂർണ്ണതയിലേക്ക് മിസൈല് പോലെ പോകും. യാക്കോബ് 3:2. യാക്കോബ് 3:2. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ഇങ്ങനെ കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നവരാണ് അനുഗ്രഹീതർ, വിശുദ്ധർ. അവർ തെറ്റും ചെയ്യുന്നില്ല, പൂർണ്ണതയിലാണ്. അവർ ദൈവത്തെ ആയിരിക്കുന്ന വിധത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട്. 1 യോഹന്നാൻ 3:2. 1 യോഹന്നാൻ 3:2. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്.
നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും, അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. 1 കൊരിന്തോസ് 13:12 മുതൽ, അതായത് ആ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച. ഇപ്പോൾ ഞാൻ ഭാഗ്യമായി അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. പ്രൈസ് ദ ലോർഡ്.